വേറൊരു മൗലവി പറയുന്നത് ഞാൻ കേൾവിച്ച മൂപ്പര് പറഞ്ഞ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. അതിനെന്താ പരിപാടി അറിയോ? ഇതൊന്നുമല്ല. പിന്നെ ആള് മൊട്ടയടിച്ചാൽ ആള് കാഫിറാകുന്ന മൂപ്പര് പറഞ്ഞു. മൊട്ടയടിച്ചാൽ ആള് കാഫിറാണ്, ഇസ്ലാം ഒന്ന് പുറത്തു പോകും. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇസ്ലാം പറയുന്നത് എന്താ? നമുക്കറിയാലോ, നമുക്കൊരു കുഞ്ഞു ജനിച്ച് 7 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തല മൊട്ടയടിക്കണം. അത് സുന്നത്താണ് എന്നാ ഇസ്ലാം പറയുന്നത്. ഇവര് പറയാ തല മുണ്ടനം ചെയ്ത ആള് കാഫിറാകുന്നു. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ ബാർബർ തൊഴിലാളികൾ എത്രയുണ്ട്? അവരൊക്കെ ഇസ്ലാമിന്ന് കാഫിറാകണ ഈ കുഫ്രിയത്ത് ചെയ്യുന്നവരാണോ? എന്താണ് ഇവർ ഈ പറയുന്നത്? അത് അഹ്ലു കിതാബുകളെ ജൂതന്മാരെ നസാറാക്കളെ പരിപാടിയാകുന്നു. കേട്ടോളൂ, അയാളെന്നെ പറയട്ടെ. അല്ല, പ്രസംഗം ഞാൻ കേൾപ്പിക്കും. മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന മൗലവിയാണ് പ്രസംഗിക്കുന്നത്. അയാൾ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അയാൾ പറയുന്നത് മൊട്ടയടിച്ചാൽ ആള് കാഫിറാകുന്ന. അപ്പൊ ഞാൻ സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിക്കണം. ചില മൗലവിമാരെ ഞാൻ കാണിക്കും. ഈ പറഞ്ഞ മൗലവിമാർ തെളിഞ്ഞവിടെ വരുന്നുണ്ടാവും. അതും നിങ്ങൾ കണ്ടോളി, വെച്ചുകൊടുക്ക്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അത് അഹ്ലു കിതാബുകളുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അത് അഹ്ലു കിതാബുകളുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. കണ്ടോ? കുഫ്രിയത്താന്ന് പറയാൻ മറ്റേ നമ്മൾ ഇതുവരെയും പറഞ്ഞ ബാലുശ്ശേരി മൗലവി ഉണ്ടല്ലോ, മൂപ്പരാണ്. കണ്ടോ നിങ്ങൾ? ഗൾഫ് പോയപ്പോ തല മൊട്ടയടിച്ച് നല്ല സൂപ്പിക്കുട്ടിയായി തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ താടികളെ തെറിച്ച് വീഴാതിരിക്കുമാറാവട്ടെ. കണ്ടോ? വേറെ 2 മുട്ടകൾ കണ്ടോ? അതാ അത് മുജാഹിദിന്റെ വലിയ നേതാവ് ഖുർആൻ പരിഭാഷകൻ മുഹമ്മദ് അമാനി മൗലവി, അതുപോലെ PK മൂസ മൗലവി പുളിക്കൽ. 2 മുട്ടകളാണ് ആ കാണുന്നത്. സയാമീസ് ഇരട്ടകളെ പോലെ 2 മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയ രംഗമാണ് നമ്മൾ കാണുന്നത്. സംഗതി എന്താ? ഇയാള് പറയുന്നു നമ്മളെ നേതാക്കളൊക്കെ നേതാക്കളെന്നെ, പക്ഷെ ആള് കാഫിറാണ്, കുഫ്രിയത്താണ്. കാരണം മൊട്ടയടിക്കൽ കുഫ്രിയത്താണ്. ഞാൻ പറയണ്ട, മൂപ്പര് പറയട്ടെ. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. കണ്ടോ? അത് അഹ്ലു കിതാബുകളുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. പറഞ്ഞു കൊടുക്ക് കാഫിറാണ് എന്നാ പറഞ്ഞത്. നോക്കിക്കൾ, ഇതാ മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ അങ്ങനെ നേരം വെളുക്കോളം പറയാനും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അധികം അനുമതി ഉണ്ടാവൂലല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.